കണ്ടാട്ടം വ്ലോഗ്സ്. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ നല്ല അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ടാട്ടോ നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം നിങ്ങളെ അത് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് ഓടി അങ്ങ് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ എന്തായാലും തയ്ക്കണവരായ അവരുടെ അടുത്ത് കൂടുതലുണ്ടാവും നൂലും സൂചിയും, അല്ലാത്തവരായാലും 1-2 സൂചിയും അതേപോലെ നൂലും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ ഡബ്ബയിൽ ഇട്ടേക്കും. പക്ഷേ ഈ ഡബ്ബയിൽ നിന്ന് എടുക്കണ സമയത്ത് കൈമ കുത്തിക്കയറും, ചോര വരും അങ്ങനത്തേത്. അല്ലെങ്കിൽ നമ്മൾ സൂചി ഈ നമ്മുടെ നൂലിൻ്റെ കട്ടയമ്മ കോർത്ത് വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ കലണ്ടർമ കുത്തി വയ്ക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയൊക്കെ കുത്തി വെച്ചാലും ഈ സാധനം ചെറിയ രീതിയിൽ തുരുമ്പിടിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊരു കുഞ്ഞു ടിപ്പുണ്ട് കേട്ടോ. നമ്മുടെ പേനയുടെ മഷിയൊക്കെ തീർന്ന് റീഫില്ലർ കാലിയായതിനെ എടുത്ത് റീഫില്ലറിന് പുറത്ത് കട്ടി കളയുക. എന്നിട്ട് ആ പേനയുടെ അതെടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ സൂചികളെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഈ ഡബ്ബയിൽ കൈയിടുമ്പോൾ നമ്മുടെ കൈമ കൊള്ളില്ല, കൈ പൊട്ടില്ല, ഇത് സുരക്ഷിതമായി അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നല്ലേ, ഇത് എളുപ്പമാണ്. നമുക്കിതായി അതിൻ്റെ പേന ടോപ്പങ്ങ് ഊരി കഴിഞ്ഞാൽ ആ ഹോളിലേ അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല സുഖമായിട്ട് ഇങ്ങനെ കുടയുമ്പോൾ നമ്മുടെ സൂചികൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചാടി വരെ പോകുന്നുണ്ട് കേട്ടോ. തിന്നായല്ലോ, നല്ല വണ്ണം കുറവല്ല. അപ്പോൾ സുഖമായിട്ട് പോകുന്നോളൂ. ഇങ്ങനെ തന്നെ അടച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് ആ ഡബ്ബയിൽ വെക്കുകയും ചെയ്യാം. ഇനി നൂലിൻ്റെ കാര്യം. നൂലുകൾ 2-3 എണ്ണം എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചിലപ്പോൾ കട്ട പിടിക്കും, ചിലപ്പോൾ ഇങ്ങനെ വലിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കുഞ്ഞൊരു ടിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ നൂലിൻ്റെ ആ ഒരു ഇതില്ലേ, അതിൻ്റെ അറ്റത്ത് നമുക്കൊന്ന് വരഞ്ഞ് 2 സൈഡും ഒന്ന് വരഞ്ഞങ്ങ് കൊടുക്കാം. അപ്പോൾ ഒന്ന് വരഞ്ഞെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്നുള്ളതെന്ന് വെച്ചാൽ ഈ നൂലിൻ്റെ അറ്റല്ലേ, ആ അറ്റത്തിന് പിടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലേക്ക് അങ്ങ് വെച്ചിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നൂല് അതിൽ നിന്ന് അങ്ങ് പോവില്ല, നല്ല അടിപൊളിയായിട്ടിരുന്നോളാം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ടിപ്പ് നമ്പർ 2, ഞാൻ കുറച്ച് ചകിരിയുടെ ഇത് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മാസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്നല്ലേ, ചകിരിയും മാസ്കും തമ്മിൽ ചെറിയൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ചകിരി ഞാൻ നല്ലോണം വാഷൊക്കെ ചെയ്ത് ഉണക്കിയെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇനി മാസ്ക് പറ്റുന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ മാസ്ക് തന്നെ വേണം കേട്ടോ. അത് നല്ല പുതിയത് കിട്ടുകയാണെങ്കിൽ പുതിയത് എടുത്തോ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചകിരിനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കിങ്ങനെ കെട്ടി വെക്കാം. അപ്പോൾ ഇതെന്തിനിങ്ങനെ കെട്ടി വെക്കണേന്നല്ലേ, കാര്യം കാണിച്ചു തരാം കേട്ടോ എന്തിനാണ്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് ഈ സംഭവത്തിനെ അങ്ങ് കെട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിക്കാനായിട്ട് പഴയൊരു മാസ്കിലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ മാസ്ക് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ കെട്ടി ഇതാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇനിയിപ്പോൾ അറ്റം നല്ല ഇത്തിരി കൂർത്തൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊന്ന് കൈ കൊണ്ടൊന്ന് പതുക്കൊക്കെ ഒന്ന് ഇതാക്കുക, നല്ല സ്പോഞ്ച് പോലെ ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് എന്തിനാണെന്നല്ലേ, നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ എളുപ്പത്തിന് നമുക്കിതിൽ എണ്ണ തൂത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചട്ടി തുടയ്ക്കാനും, അതേമാതിരി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി എണ്ണയാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമാണ്. ഇനി ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഡബ്ബയ്ക്കകത്താക്കി സ്റ്റോറും ചെയ്ത് നമുക്ക് വെക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഈ ടിപ്പ് എല്ലാ വീട്ടമ്മമാരും, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ മാറാലയുടെ വിഷയമാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഒന്ന് തൂത്ത് പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും ഈ സാധനം ഇങ്ങനെ മാറാല കൂട്ടിയിട്ടുണ്ടാവും. ആ കുഞ്ഞു കുഞ്ഞു ചലന്തികളാണ് ഇത് ഒപ്പിക്കണ പരിപാടി. നമുക്ക് പക്ഷേ ഇത് വലിയ പണിയാണല്ലേ. അപ്പോൾ അതിനെ നമ്മളൊന്ന് തുരത്തി ഓടിക്കാൻ പോകണം കേട്ടോ. അതിന് ഞാൻ ഒരു ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു ഗ്ലാസ് അളവിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആ ചെറിയ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസോളം നമ്മുടെ വിനാഗിരി ഇല്ലേ, അതെടുക്കുക. ചുരുക്കാന്നൊക്കെ പറയില്ലേ, ആ സാധനം തന്നെ. അതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ആ സെയിം അളവ് ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസോളം വെള്ളം, പച്ചവെള്ളം കേട്ടോ, ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല, പച്ചവെള്ളം ഒഴിക്കുക. അത് നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ മിക്സ് ചെയ്ത് ഒരു സ്പ്രേയുടെ ബോട്ടിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മറാലയൊക്കെ തൂത്ത് കഴിയില്ലേ, തൂത്ത് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഈ സാധനം അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ചിലന്തികളെ നമുക്ക് തടയാം. ഇനി ടിപ്പ് നമ്പർ 4 വന്നിട്ട്, ഈ ചിലന്തികളെ പോലെ തന്നെ വേറൊരു പ്രശ്നമാണ് കുഞ്ഞു കുഞ്ഞു നമ്മുടെ ഈച്ചകൾ അല്ലേ. ഇതെന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്നിരിക്കും. അപ്പോൾ അതിനും ഒരു ചെറിയ ടിപ്പ്, ഒരു ഗ്ലാസ്സിലേക്ക് 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ലപോലെ പഴുത്ത പഴയില്ലേ, അത് ചിലപ്പോൾ ഭയങ്കര പഴുത്താകുമ്പോൾ നമ്മൾ കളയണ്ട, ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ റാപ്പർ ഉണ്ടെങ്കിൽ ഒറ്റയടിയിൽ എളുപ്പമായിരിക്കും. അങ്ങനെ ഇല്ലാത്തവർ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് പണി നമുക്ക്. ഇനി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ആളെ നല്ല ടൈറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കാം. ഇനി ഒരു കമ്പിയുടെ കഷ്ണം, അത് നമ്മുടെ പപ്പടം കുത്തിയോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കുഞ്ഞു 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 ഓട്ടകൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ ഇതിനകത്തോട്ട്. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞ് പ്രാണികളെ
ഈച്ചകളെ ഇതിനകത്തോട്ട് കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ഒരു കിടക്കാനുള്ള ഓട്ട നമുക്ക് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഓട്ടകൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സംഭവം നമ്മൾ ശരിക്കും ഈ പഴത്തിൻ്റെ കൊട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കണോടത്താണ് ആശാന്മാർ വേഗം ഓടി ചാടി അങ്ങ് വരാം. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഈ ട്രാപ്പും കൊണ്ടങ്ങ് വെക്കാം. അപ്പോൾ വെച്ച് കഴിഞ്ഞിരുന്നാൽ ഈ സംഭവം വന്ന് ഇതിനകത്ത് പെട്ടോളും. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മൾ നഖമൊക്കെ വെട്ടുമ്പോൾ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ പറയും, അയ്യോ ഈ നഖം അവിടെ വീഴാൻ പാടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണെന്ന് പറയും. അപ്പോൾ അത് കാരണം അതിന് നമുക്ക് ചെറിയൊരു വഴിയുണ്ട് കേട്ടോ. നമ്മുടെ ഈ നെയിൽ കട്ടറിൻ്റെ അറ്റത്ത് നമുക്ക് ഈ നമ്മുടെ സെല്ലോ ടേപ്പ് എടുക്കാം. സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിനെ ഫുള്ളായിട്ട് അതിങ്ങനെ ഒന്ന് നമുക്കൊന്ന് കവർ ചെയ്തങ്ങ് എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മറ്റു സാധനമില്ലേ അതിനൊന്ന് പതുക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്കൊക്കെ നമ്മൾ ഈ സെല്ലോ ടൈപ്പിനെ ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ വെട്ടണ സ്ഥലത്ത് സംഭവം ഗ്യാപ്പില്ലല്ലോ. അപ്പോൾ അവിടെ മാത്രം ചെറുതായിട്ട് നമുക്കൊന്ന് കീറി കൊടുക്കാം. കാരണം നമ്മൾ നഖം വെട്ടണ ആ ഒരു സ്ഥലം നമുക്ക് ഇച്ചിരി ഗ്യാപ്പ് വേണമല്ലോ, എന്നാലേ നഖം കയറുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കീറി അങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ നഖം വെട്ടാൻ പോവാണ്. അപ്പോൾ ഞാൻ ദേച്ചിൻ്റെ കൈ തന്നെ പിടിച്ചിട്ടുണ്ടോ വെട്ടണേ. അപ്പോൾ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നഖങ്ങൾ പുറത്തോട്ട് പോവില്ല. ആശാന്മാർ ഈ നമ്മുടെ ആ സെല്ലോ ടൈപ്പിൻ്റെ പശയില്ലേ ആ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അല്ലാതെ നമ്മൾ വെട്ടുമ്പോൾ ഇത് പല സ്ഥലത്തേക്ക് തെറിക്കും, പിന്നെ പറക്കി നടന്ന് തിരഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണെങ്കിൽ എളുപ്പമാണ്, അതിനകത്ത് ഒട്ടിയിരിപ്പുണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെട്ടൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇതിൻ്റെ എവിടെയാണോ ഒട്ടിച്ചത് അവിടെ നിന്ന് നമുക്ക് ഇതിനെ അങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അതിനകത്ത് കൂടിയിരിക്കണത് ഒരുമിച്ച് നമുക്ക് ഇതിനെ അങ്ങോട്ട് കാട്ടിക്കളയാം പുറത്തോട്ട്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ വലിയ പാടല്ലേ, തീർച്ചങ്ങ് പോയത് എവിടേക്കാന്ന് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് വീട്ടിൽ നിന്ന് അമ്മമ്മമാരെയൊക്കെ വഴക്ക് പറയുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. കാരണം നമ്മുടെ നഖം നിലത്ത് പോകണില്ലല്ലോ. ഇതേ കണ്ടോ, എല്ലാം അതിനകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളയാനും എല്ലാത്തിനും എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ പണിയും കഴിയും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊന്ന് അപ്പോൾ നമ്മുടെ ആറാമത്തെ ടിപ്പ് വന്നിട്ട് നമ്മുടെ പേഴ്സ്, ബാഗ് ഇതൊക്കെ നമ്മൾ കുറച്ച് നാളൊന്നും ഉപയോഗിക്കാണ്ടിരുന്നാലും ഉപയോഗിക്കുമ്പോഴായാലും ഇതിങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു ഫംഗസ് പോലെയൊക്കെ ഇങ്ങനെ കുരുകുരുന്ന് സംഭവം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വെള്ളം തൊട്ട് തുടച്ചാലും അത് അത്ര ക്ലിയർ ആയിട്ട് അങ്ങ് പോവുമില്ല. ആ ഒരു പെട്ടെന്ന് വീണ്ടും വീണ്ടും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബാഗിൻ്റെ ആയാലും പേഴ്സിൻ്റെ ആയാലും അത് ഈ ലെതർ മെറ്റീരിയൽ മെയിനായിട്ട് ഈ പ്രശ്നം വരാൻ മഴക്കാലത്താണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെറിയൊരു പണി അങ്ങ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾക്ക് ഒരു മുറി നമ്മുടെ നാരങ്ങയില്ലേ അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് നല്ലപോലെ എടുക്കുക. അതിലേക്ക് ലേശം നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോട്ടൻ്റെ ഞാനിപ്പോൾ കിച്ചൺ ടവൽ എടുത്താൽ അത് മുക്കിയിട്ട് അത് വെച്ച് നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്യാം. കണ്ടോ, റബ്ബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നാണ്ട പഴയ ആ ഒരു ഇതും പേഴ്സ് ഇപ്പം നല്ല പുത്തനാക്കാൻ പോകണം കേട്ടോ നമ്മൾ. എന്നിട്ട് അതിൻ്റെ എല്ലാ അതായത് പേഴ്സിൻ്റെ എല്ലാ അവിടെയും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫംഗസ് പോലെ പിന്നെ നമ്മുടെ കയ്യിലൊക്കെ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം നല്ല ആ തുണി തന്നെ വെച്ച് നല്ലപോലെ തുടയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്പുകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.